അമ്മ ഒന്ന് തുറക്ക്. മോളെ മോളെ ദേവി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല അമ്മ. ഇതാ എന്റെ വീട്, ഇതാണ് എന്റെ കുടുംബം. എന്നെ അകത്ത് പോലും കയറ്റാതെ വാതിലടച്ചിരിക്കുക. മോളെ, നീ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു മോളെ. ഓ ദേ, പെരിങ്കളനും ഭാര്യ എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ നാടകമാണോ നടക്കാൻ പോകുന്നത്? ഞാൻ ഇനി ഒരു കള്ളത്തരം പോലും പറയില്ലെന്ന് ബാലച്ചനോട് അമ്മയോട് ഒന്ന് പറയമ്മ. ഞാനെല്ലാം സത്യം പറഞ്ഞോളാം. എന്നൊന്ന് അകത്തേക്ക് കേറ്റാൻ പറ. നീ ഇങ്ങോട്ടൊന്ന് മാറിക്കേ. ഗോമതി, വാതില് തുറന്നേ. ഗോമതി, വാതില് തുറക്കാൻ. ഒരു പെങ്കൊച്ച് ചങ്ക് പൊട്ടി ഇവിടെ നിന്ന് കരയുമ്പോ ഓ എല്ലാം കൂടി വാതിലടച്ച് അകത്തിരിക്കുകയാണോ? ഓ, നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ? നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? എന്തുവാ ഗോമതി ഇത്? ഗോമതി, വാതില് തുറക്കാൻ. അമ്മ, അമ്മ, എന്റെ നേരെ വാതിൽ അടയ്ക്കല്ലേ അമ്മ. അമ്മ, നിങ്ങൾ ആരും കൂടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തു പോയ തെറ്റിന് അമ്മയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. നിങ്ങനെ പുറത്ത് നിർത്തല്ലേ അമ്മ. അമ്മ, ഒന്ന് വാതിൽ തുറക്കമ്മ. നീ ഒന്ന് അടങ്ങി നിൽക്കേ. ഗോമതി, നീ ചെയ്യുന്ന ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു പാവം പെണ്ണിന്റെ കണ്ണീര് ഈ മുറ്റത്ത് വീണാലേ അത് ഈ കുടുംബത്തിന് നല്ലതല്ല. ഗോമതി, നീയും 2 പെൺമക്കളെ പെറ്റതല്ലേ? ഒരു പെണ്ണിന്റെ മനസ്സ് ഇങ്ങനെ വേദനിപ്പിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ദേവിമോൾ ഈ കുടുംബത്തിലെ മരുമോളാ. അങ്ങനെ ഒരു പെങ്കച്ചിനോട് ഇങ്ങനെയാണോ ഗോമതി പെരുമാറേണ്ടത്? നിങ്ങൾക്കൊന്നും നാണക്കേട് തോന്നുന്നില്ലേ ഗോമതി? ഓ, എന്തൊരു മനുഷ്യരാ. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഈ കുടുംബം നശിച്ച് വെണ്ണീറാവത്തേ ഉള്ളൂ. നീയൊന്നും എഴുന്നേറ്റം പിടിക്കത്തില്ല, നോയിക്കോ. എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? പ്രശ്നം തീർക്കാനൊന്നുമല്ല, വഷളാക്കാൻ അവര് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും മീനു ചേച്ചി? തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാ. ഇങ്ങനെ ഒരു നാര്യ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ മോളെ കെട്ടിച്ചു വിടാൻ പാടില്ലായിരുന്നു. അല്ലൊരു കുടുംബക്കാര് വന്നിരിക്കുന്നു. ഈ ബാലനെ കുടുംബത്തെ പറ്റി നാട്ടുകാർക്കൊക്കെ വലിയ അഭിപ്രായമാണല്ലോ. ഈ നശിച്ച കുടുംബത്തെ പറ്റിയാണ് നാട്ടുകാരൊക്കെ നല്ലത് പറഞ്ഞ് നടക്കുന്നത്.